അത് വളരെ പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ ലഭ്യമായത്. ലഭിച്ചത് UDF ക്യാമ്പിൽ തന്നെയാണ്. ഇപ്പോൾ 8-ാം തീയതി ജൂലൈ മാസം 8-ന് സംസ്ഥാന സർക്കാരിൻ്റെ ഹൈക്കോടതിയിൽ സ്റ്റാൻഡ് പറയേണ്ട അഭിഭാഷകരെ, പ്ലീഡർമാരെ നിയമിച്ച ഉത്തരവ് വന്നു. ഉത്തരവ് 4-ാമത്തെ ഉത്തരവാണ്. ആ 4-ാം ഉത്തരവ് 31 പേരെയാണ് നിയമിച്ചത്. ആ 31 പേരെന്ന് പറയുമ്പോൾ അതിൽ സീനിയർ പ്ലീഡർമാർ, സ്പെഷ്യൽ പ്ലീഡർമാർ അടങ്ങിയ 31 പേരാണ്. അതിൽ നേരത്തെ ABVPയുടെ നേതാവും ഇപ്പോൾ BJPയുടെ സജീവ പ്രവർത്തകനും RSSന്റെ കൊലക്കേസ് ഉൾപ്പെടെ വാദിക്കുന്ന അഭിഭാഷകനുമോടൊപ്പം കേസ് വാദിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ നിയമിച്ചിരിക്കുകയാണ്. ശരത് എന്നാണ് ഈ വ്യക്തിയുടെ പേര്. 2004-2009 കാലഘട്ടത്തിൽ തൃശ്ശൂർ ലോ കോളേജിൽ ABVPയുടെ സജീവ പ്രവർത്തകനാണ്. അന്ന് തൃശ്ശൂർ ലോ കോളേജിൽ പഠിച്ച KSU നേതാക്കന്മാർ ഇന്ന് കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാരായി, UDFന്റെ സമുന്നതരായ നേതാക്കന്മാരായി പ്രവർത്തിക്കുന്നുണ്ട്. അന്ന് KSUവിന്റെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന രംഗത്ത് വന്ന ആ കോളേജിൽ വന്നവർ ഇന്ന് മന്ത്രിസഭയിലുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ABVPയുടെ സജീവ പ്രവർത്തകനായ ഈ വ്യക്തിയെ എങ്ങനെയാണ് മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന നിയമവകുപ്പിന്റെ ഭാഗമായുള്ള ഹൈക്കോടതിയിലെ ഗവൺമെന്റിന്റെ പ്ലീഡർമാരെ നിശ്ചയിക്കുന്ന പട്ടികയിൽ ഇടം കണ്ടെത്തിയത്? വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമുക്കറിയാം, സംഘപരിവാറിന്റെ ഉത്തരവാദിത്തപ്പെട്ട സംഘടന മുഖ്യമന്ത്രിയെ കണ്ട് നിവേദനം നൽകിയ ഫോട്ടോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ നിലയിലേക്ക് വൈറലാണ്. കഴിഞ്ഞ 10 കൊല്ലം ഇത്തരത്തിലുള്ള മതവർഗീയത ഉയർത്തിപ്പിടിക്കുന്ന, മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന സംഘപരിവാർ നേതാക്കന്മാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിരങ്ങിയിട്ടില്ല. 10 കൊല്ലത്തെ കണക്കെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം. എന്നാൽ ഈ ഗവൺമെന്റ് വന്ന് 2 മാസം തികയുന്നതിനിടയിൽ തന്നെ സംഘപരിവാറിന്റെ നേതാക്കന്മാർ ഒറ്റക്കും കൂട്ടായും മുഖ്യമന്ത്രിയെ കാണുകയും അവിടെ സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് സർക്കാരിന് വേണ്ടി കേസ് വാദിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെടുന്ന പ്ലീഡർമാരുടെ പട്ടികയിൽ BJPയുടെ സജീവ പ്രവർത്തകൻ, ABVPയുടെ മുൻ നേതാവ്, RSSന്റെ കൊലക്കേസ് ഉൾപ്പെടെ വാദിക്കുന്ന അഭിഭാഷക പട്ടികയിലുള്ള ഒരു വ്യക്തിയെ VD സതീശൻ എന്ന നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഗൗരവമേറിയ പ്രശ്നമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇത് പൊതുവെ ഈ 2 മാസത്തിനിടയിൽ നിരവധി സംഭവങ്ങൾ നമ്മൾ കണ്ടു, ഇതുപോലുള്ള സംഭവങ്ങൾ കണ്ടു. ആ നിരവധി സംഭവങ്ങളുടെ പട്ടികയിൽ പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്താണിതിൽ കോൺഗ്രസിന്റെ നിലപാട്, എന്താണിതിൽ AICCയുടെ നിലപാട്, എന്താണിതിൽ അക്കാലഘട്ടത്തിൽ KSUവിനെ കേരളത്തിൽ നയിച്ച് ഇന്ന് മന്ത്രിസഭയിൽ ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ നിലപാട് എന്ന് അറിഞ്ഞാൽ കൊള്ളാം.